അപ്പം ഞാൻ റോസാപ്പൂ ഡ്രോയിങ് അല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ ഡ്രോയിങ് ചെയ്യുന്നത്. റെഡ് കളർ വെച്ചിട്ട് ആദ്യം നമുക്ക് ബ്ലാക്ക് കളർ എടുക്കാം. കുറച്ചും കൂടി വലിയ റോസാപ്പൂവാണ് ഞാൻ വരയ്ക്കുന്നത്. റെഡാണ് കളർ കൊടുക്കുന്നത്. ഇത് ഭയങ്കര പ്രയാസം ചെയ്യാൻ, ഒരുപാട് ചെയ്യണം കേട്ടോ. എന്നുവെച്ചാൽ ഒരു വീതി കിട്ടണം റോസാപ്പൂവിൻ്റെ. പെട്ടെന്നൊന്നും വരയ്ക്കത്തില്ല, ഒരു 5 മിനിറ്റെല്ലാം എടുക്കും കേട്ടോ. അപ്പം നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊമ്പ് അതിൻ്റെ പേരൊന്നും അറിയില്ല, വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഇല ഇങ്ങനെ വരക്കാം. ഇലയൊന്നും ഇനിയില്ല, പക്ഷേ നമുക്കൊരു ഭംഗിക്കാർക്ക് വയ്ക്കട്ടെ. അതിനുശേഷം നമുക്ക് അത് ഇലക്ക് കളർ ചെയ്യാം. ഞാൻ ക്രീം കളറാണ് കളർ ചെയ്യുന്നത്. ഇത് ബ്രൈറ്റ് ആയിട്ടുള്ള സ്കെച്ച് ആയതുകൊണ്ട് ഭയങ്കര ഒരു പേടി പോലെയാണ് കളർ കൊടുക്കുമ്പോൾ പുറത്തൊക്കെ ആവുന്നത്. അതിന് ശേഷം നമുക്ക് റെഡ് കളർ കൊടുക്കാം. നമുക്ക് റെയിൻബോ കളർ അടിക്കുക ഇടാം. എന്തായാലും പ്രതീക്ഷിച്ച പോലെയൊന്നും വന്നില്ല, കുറച്ചൊക്കെ പുറത്തായി, ഞാനും കുഴപ്പമില്ല. നമുക്ക് ഓറഞ്ച് എടുക്കാം. ഓറഞ്ച് നല്ല രീതിയിൽ കളറായി പറ്റുമോ അറിയില്ല, എന്നാലും നമുക്ക് അങ്ങ് പറ്റുന്ന പോലെ നമുക്ക് അടിക്കാം. ഞാനിങ്ങനെ ഹെൽത്തി ആയി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കേട്ടോ. അയ്യോ ഓറഞ്ച് കഴിഞ്ഞാൽ ഓറഞ്ച് ആവില്ല. അതുപോലെ നമുക്ക് യെല്ലോ അടിക്കുക. ഇനി ഗ്രീൻ എടുക്കാം. 2 ഗ്രീനും കൂടി മിക്സ് ചെയ്യാം. ബ്ലൂ ഇച്ചിരി നമുക്ക് കൊടുക്കാം. ഭയങ്കര പ്രയാസമായിട്ട് ഇതൊക്കെ ചെയ്യാൻ, കുറേ കളർ അടിക്കേണ്ടി വരും. ഇത് കുറേ ഞാൻ വരച്ചുകൊണ്ട് തന്നെ ഒരുപാട് കളർ അടിക്കണം. ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ അടിക്കാൻ പറ്റും നമുക്ക്. പക്ഷെ നമ്മളിവിടെ വരച്ചിരിക്കുന്ന കുറേ കളറാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം കളർ അടിക്കണം. ഇനി കട്ടി ബ്ലൂ കൊടുക്കാം. നമുക്ക് ബാക്കിയിൽ മൊത്തം നമുക്ക് ഒരു കളർ കൊടുക്കാം. അതായത് റെഡ് തന്നെ വേണം നമുക്ക് ബാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ കൂടി കൊടുക്കാം. അപ്പം ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് ഇഷ്ടമായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ബൈ ബൈ.